ഈ പാരന്റിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് എല്ലാവരും പറയുന്ന കാര്യമാണ്. അത് കുട്ടികളെ സ്കൂളിലേക്ക് മൊബൈൽ കൊണ്ടുവരുന്നു, സ്കൂളിൽ വെച്ച് മൊബൈൽ കളിക്കുന്നു, വീട്ടിൽ വന്നിരുന്നാൽ മുഴുവൻ സമയം മൊബൈലിൽ മാത്രം ഇങ്ങനെ ഇമ്മേഴ്സ്ഡ് ആയിരിക്കുന്ന കുട്ടികൾ. ഈ ഒരു പ്രശ്നം സാറിന്റെ സ്കൂളിലോ അല്ലെങ്കിൽ സാർ അറിയപ്പെടുന്ന ചുറ്റുപാടിലോ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇത് രാജ്യത്തൊട്ടാകെ ഉണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ കൂടുതലായിട്ടുണ്ട്. കേരളത്തിൽ ഇവിടെ 3.25 കോടി ജനങ്ങളെന്ന് പറഞ്ഞാൽ 3.5 കോടിയോ 3.25 കോടിയോ എന്ന് പറഞ്ഞാലും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒരു 2.5 കോടി എന്ന് വിചാരിച്ചോ, ഇപ്പോൾ സ്റ്റേജിനനുസരിച്ച്, അല്ലെങ്കിൽ 3 കോടി എന്ന് വിചാരിച്ചോളൂ. ഇവിടെ 6 കോടി മൊബൈൽ ഉണ്ടാവും. നമ്മുടെ പോപ്പുലേഷന്റെ എണ്ണത്തിന്റെ ഓൾമോസ്റ്റ് 2 ഇരട്ടി 3 ഇരട്ടി മൊബൈൽ ഉണ്ടാവും. അപ്പൊ ഇത്രത്തോളം മൊബൈൽ വീടുകളിൽ രക്ഷിതാക്കൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞിന്റെ കയ്യിൽ മൊബൈൽ എടുക്കാനുള്ള ആ ഒരു ശേഷി എന്ന് വരുന്ന അന്ന് മുതൽ കുഞ്ഞ് കയ്യിലെടുക്കും, ഉപയോഗിച്ച് തുടങ്ങും. അതങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അത് യൂസ്ഡായി. കുട്ടികൾ അതിൻ്റെ ഒരു അഡിക്ഷൻ പോലെ ആയി പോകാറുണ്ട്. ഇത് തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് മാറ്റാൻ കഴിയും. ഒന്ന്, കഴിയുന്നിടത്തോളം, പ്രായോഗികമല്ല എന്നാലും ഞാൻ അതുകൊണ്ടാണ് കഴിയുന്നിടത്തോളം എന്ന് പറയുന്നത്, മാക്സിമം പാരൻസ് കുട്ടികളുടെ സാന്നിധ്യത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്നതും, പ്രത്യേകിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഇതുപോലെ നമ്മളിപ്പോൾ വർത്തമാനം പറയുകയാണല്ലോ, അതൊരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നും ഞാനിന്നെ കാണുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ മൊബൈൽ എടുത്തിട്ട് ഞാൻ ഒരു വാട്സപ്പിൽ നിന്ന് നോക്കിക്കോട്ടെ, ഒരു മെസ്സേജ് മെയിൽ നോക്കണം, മെയിൽ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാവില്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ വീണ നോക്കുന്നത്, എനിക്ക് എന്നെ വിളിച്ച് എൻ്റെ സമയം എനിക്കെടുത്തിട്ട് ഒരാൾ വന്നിരുന്നിട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷമം കുട്ടികൾക്കുണ്ടാവും. കുട്ടികൾക്ക് അതുപോലെയാണ്. എൻ്റെ അമ്മ എന്നോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നില്ല. എനിക്ക് ഒരുപാട് കാര്യം അമ്മയോട് പറയാനുണ്ട്, അച്ഛനോട് പറയാനുണ്ട്. പക്ഷേ അച്ഛനും അമ്മയും 2 മൊബൈലുമായിട്ടിരിക്കുക. അത് തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് മാറ്റാൻ കഴിയും.